അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 2 ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് ഞാനത് തിളപ്പിക്കാൻ വെക്കുകയാണ്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി അരിയാണ് ഇത്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ബസ്മതി അരി പെട്ടെന്ന് വെന്ത് കിട്ടും. അരി ഇട്ടതിന് ശേഷം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള വേവായിട്ടുണ്ടാവും. അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മുഴുവനായിട്ടും വേവേണ്ട ആവശ്യമില്ല, ഒരു 3/4 വേവായാൽ മതി. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഓട്ടപാത്രത്തിൽ വെച്ച് ഈ വെള്ളം വാർന്നെടുക്കാം. അടുത്തതായി ഞാൻ ചെയ്യുന്നത് ഒരു 4 മുട്ട എടുത്ത് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ചിക്കി എടുക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അടി കട്ടിയുള്ള ഒരു പരന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം ഒരു സവാള നന്നായി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് വഴറ്റിയെടുക്കുക. ഉള്ളി കുറച്ച് നേരം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചക്കറികളൊക്കെ ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല, ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ചിക്കിയത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സോയാ സോസ്, തക്കാളി സോസ്, പിന്നെ കുറച്ച് കുരുമുളക്, ഇത്രയും ചേർത്ത് ഈ മിക്സ് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബസ്മതി റൈസ്, വേവിച്ച് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ള ആ ബസ്മതി റൈസ് ഈ മിക്സിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈസി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്